നമസ്കാരം. രാമൻപിള്ളയുടെ അസാന്നിധ്യം മുന്നിൽ കണ്ടു തന്നെയാണ് ഹൈക്കോടതിയിൽ അപ്രതീക്ഷിത നീക്കം പ്രോസിക്യൂഷൻ നടത്തിയത്. അടുത്ത ബുധനാഴ്ചയിലേക്ക് മാറ്റിയ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് ആ ആവശ്യം പരിഗണിച്ച് ഹൈക്കോടതി പിന്നീട് ദിലീപിന്റെ തൊലിയുരിക്കുന്നതാണ് കണ്ടത്. ദിലീപ് ഫോൺ കൈമാറാത്തതിൽ തന്നെയാണ് ഹൈക്കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയത്. അന്വേഷണവുമായി സഹകരിച്ചില്ല എങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമെന്ന മുന്നറിയിപ്പ് കൂടി ഇന്ന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതായത് നേരത്തെ കസ്റ്റഡിയിൽ പ്രതിയെ വയ്ക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത് എങ്കിലും കസ്റ്റഡി വേണ്ട, എന്നാൽ ചോദ്യം ചെയ്യൽ നടക്കട്ടെ എന്ന നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുകയായിരുന്നു. അതും ദിലീപിന്റെ ഉപാധി കൂടി അംഗീകരിച്ചായിരുന്നു. 6 മണിക്കൂർ വരെ ഞാൻ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാം, കോടതി പറയുന്ന എന്ത് ഉപാധിയും അംഗീകരിക്കാൻ തയ്യാറാണ്, ദയവ് ചെയ്ത് അറസ്റ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് ദിലീപ് ആവശ്യപ്പെട്ടപ്പോൾ ആ ഒരു ആവശ്യം കൂടി പരിഗണിച്ചു തന്നെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കാതെ പകരം ചോദ്യം ചെയ്യൽ നടക്കട്ടെ, എന്നാൽ ഓരോ ദിവസവും 11 മണിക്കൂർ വീതം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിലപാടെടുത്ത് പ്രോസിക്യൂഷന്റെ ആവശ്യം കൂടി പരിഗണിച്ചത്. എന്നാൽ പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു എന്ന് മുന്നിൽ വരുത്തി ദിലീപ് കള്ളക്കളി നടത്തുകയാണ് എന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചത്. ഇത് തന്നെയാണ് ഹൈക്കോടതി പരിഗണിച്ചതും. ഹൈക്കോടതി പ്രോസിക്യൂഷൻ എപ്പമാണ് എന്നുകൂടി പറഞ്ഞു വെച്ചിരുന്നു. ഫോണുകൾ ആവശ്യപ്പെട്ടിരുന്നു പ്രോസിക്യൂഷൻ, എന്നാൽ നൽകില്ല എന്ന് ദിലീപ് അറിയിച്ചു. ഈ ഒരു നിലപാട് തന്നെയാണെന്ന് ഹൈക്കോടതിയിലും എടുത്തത്. പക്ഷേ പ്രോസിക്യൂഷന്റെ ഇത്തവണത്തെ നമ്പർ അങ്ങ് ഏറ്റു. ദിലീപിന്റെ അത് ചീറ്റിപ്പോവുകയും ചെയ്തു. ഫോണുകൾ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് നൽകിക്കൂടെ എന്നാണ് കോടതി ചോദിച്ചത്. ഇന്നു തന്നെ ഫോൺ കൈമാറണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഫോൺ കൈമാറാത്തതിൽ കടുത്ത അതൃപ്തി അറിയിച്ച കോടതി ഹർജി പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ പ്രത്യേക സിറ്റിംഗ് തന്നെ നടത്തുന്നുണ്ട്. എന്തായാലും വിധി നാളെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതിനൊപ്പം ഹൈക്കോടതി ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഫോൺ കൈമാറാത്തത്? അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഈ ഫോൺ എന്നത് വലിയ തെളിവായിട്ട് പ്രോസിക്യൂഷൻ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഫോൺ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ കൈമാറുന്നില്ല എന്ന് ദിലീപ് മറുപടി നൽകണമെന്ന് ഹൈക്കോടതി നിലപാടെടുത്തു. ഒപ്പം ഇന്ന് ഉദ്യോഗസ്ഥർ കോടതിയോട് പറഞ്ഞിരുന്നു, കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ടാണ്, അല്ല എങ്കിൽ ഈ ഫോൺ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു, അതുകൊണ്ട് തന്നെ കോടതി തന്നെ ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കി തരണമെന്നായിരുന്നു അപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി കൃത്യമായ ഇടപെടലുകൾ നടത്തുകയായിരുന്നു. കേസുമായി ദിലീപ് യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല. ഇത് സംബന്ധിച്ചാണ് ഇന്ന് പ്രോസിക്യൂഷൻ പ്രത്യേക അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതെല്ലാം ഹാജരാക്കി എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. കൃത്യമായി ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിട്ടുണ്ട്. പഴയ ഫോണുകളല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അന്വേഷണ സംഘം ആവശ്യപ്പെട്ട ഫോൺ കുറ്റകൃത്യം നടന്ന സമയത്തേതല്ല. പഴയ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ കോടതിയിൽ സമർപ്പിക്കും എന്നായിരുന്നു മറുപടി. പക്ഷേ ഇത് കോടതിയെ സംബന്ധിച്ചിടത്തോളം ദഹിക്കുന്ന ഒന്നല്ല. അതായത് ദിലീപ് പറയുന്നത് ബാലചന്ദ്രകുമാറുമായിട്ടുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മുൻ ഭാര്യയുമായിട്ടുള്ള സംഭാഷണവും ആ ഫോണിലുണ്ട്. അത് അന്വേഷണ സംഘം പുറത്തുവിട്ടാൽ തന്റെ സ്വകാര്യതയെ ബാധിക്കും എന്നതാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വിഷമാവസ്ഥയിലാക്കുന്നത്. തനിക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല എന്ന് കൂടി ദിലീപ് പറഞ്ഞു വെക്കുന്നുണ്ട്. തെളിവുകൾ ഹാജരാക്കാനുള്ള ബാധ്യത ദിലീപിനുണ്ട് എന്ന മറുപടിയാണ് ആ സമയത്ത് കോടതി നൽകിയത്. അതായത് സംഭാഷണങ്ങൾ ഉള്ളത് കൊണ്ട് ഫോൺ നൽകാനാകില്ല എന്ന് ദിലീപിന് പറയാൻ സാധിക്കില്ല. വേണ്ടി വന്നാൽ പിടിച്ചെടുക്കാൻ കോടതിക്ക് സാധിക്കും. ഫോൺ ആരെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നത് തീരുമാനിക്കേണ്ടത് ദിലീപ് അല്ല എന്ന് തന്നെ കോടതി വിമർശിച്ചു. രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രതീക്ഷിക്കാത്ത കമന്റുകൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ന് തന്റെ അഭിഭാഷകനായ രാമൻപിള്ള ഹാജരായില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങനെയെങ്കിലും മാറ്റിവെക്കണമെന്ന നിലപാടാണെന്ന് ദിലീപ് കോടതിയിൽ സ്വീകരിച്ചത്. അതായത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. താൻ മാധ്യമ വിചാരണ നേരിടുകയാണ്, തന്റെ ഭാര്യയുമായിട്ടുള്ള സംഭാഷണം ഫോണിലുണ്ട്, അന്വേഷണ സംഘം സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു, കടക്കുന്നു, അതുകൊണ്ട് തന്നെ കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റണമെന്നാണ് ദിലീപ് ആവശ്യപ്പെട്ടത്. ഗൂഢാലോചന കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർത്ത് ഉപഹർജിയുമായിട്ടാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിക്ക് മുൻപാകെ എത്തിയത്. ദിലീപ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, ദിലീപ് അടക്കമുള്ള പ്രതികൾ മൊബൈൽ ഫോൺ ഹാജരാക്കിയിട്ടില്ല, ഇതെല്ലാം ദുരുദ്ദേശത്തോടു കൂടിയാണ്. അതും എല്ലാ പ്രതികളും ഒരേ സമയം ഫോൺ മാറ്റിയിരിക്കുന്നു, ഫോൺ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിക്കണം, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു ഉപഹർജിയിൽ. അതുകൊണ്ട് തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കേണ്ട കാര്യം ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ ദിലീപ് എന്തുകൊണ്ട് ഫോൺ കൈമാറുന്നില്ല എന്ന് കോടതി ചോദിക്കുമ്പോൾ ഒരു കാര്യം അന്വേഷിക്കരുത് എന്ന് പറയാൻ പ്രതിഭാഗത്തിന് അവകാശമില്ല എന്ന ഒരു താക്കീത് കൂടി ചെയ്തിട്ടുണ്ട് കോടതി. ആരോപണങ്ങളെല്ലാം ഗൗരവമുള്ളത് തന്നെയാണ്. ദിലീപ് എന്തിന് സ്വയം പരിശോധന നടത്തണം, ദിലീപിന് കോടതിയെ വിശ്വാസമില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ ജസ്റ്റിസ് പി ഗോപിനാഥ് ആരാഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ കൃത്യമായ ഉത്തരങ്ങൾ ദിലീപിന് നൽകാൻ ആയില്ല. രാമൻ പിള്ള എന്ന തുറുപ്പ് ഗുലാനിൽ പിടിച്ചു തൂങ്ങി നിൽക്കുകയാണ് നടൻ ദിലീപ്. രാമൻ പിള്ള വിചാരിച്ചാൽ മാത്രമേ തന്നെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുള്ളൂ എന്ന വിശ്വാസം ദിലീപിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഈ കേസ് പരിഗണിക്കരുത് എന്ന ആവശ്യം ദിലീപ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു അസാന്നിധ്യം തന്നെയാണ് ദിലീപിനെ തകർത്ത് കളയുന്നത്.